പേരയുടെ കാര്യം ഞാൻ ആദ്യം കണ്ടില്ലേ, എന്താ പറയാ, ഭ്രാന്ത് പിടിക്കാന്ന് പറയില്ലേ. പക്ഷെ എൻ്റെ 6 വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ വെളിക്കുട്ടിയെ നമുക്ക് പോവാ. അയ്യോ വലിയ കഷ്ണ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ. അപ്പൊ എനിക്ക് പുല്ല് വലിക്കാനുള്ളതെന്ന് പറയണത് ഇതാ കണ്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ അയ്യോ പേര് ഓർമ്മ വരുന്നില്ല, നമ്മുടെ മല്ലിയില, അതായത് ആഫ്രിക്കൻ മല്ലി ഇലയാണ് കേട്ടോ അത്. അതെ, ഈ ആഫ്രിക്കൻ മല്ലിയിലേക്ക് എന്നിട്ട് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കത് വരും. ഇത് മൊക്കെ മുള്ള. അപ്പം ഞാൻ ഈ മുള്ളിനെ പഠിച്ചിട്ട് ഓരോ ദിവസം ഇന്ന് പുല്ല് വലിക്കാം, നാളെ പുല്ല് വലിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഓരോ ദിവസം വൈകുന്നോറും പുല്ല് കൂടി തുടങ്ങി. അപ്പം ഇന്ന് എന്തായാലും പതുക്കെ, ഇതാണെങ്കിൽ ഷായിട്ടിന് ചെത്താനും പറ്റില്ല. നമ്മൾ ഈ ഓരോന്നും ഇങ്ങനെ പതുക്കെ പിടിച്ച് കുഞ്ഞു കൈക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ചെത്താനേ പറ്റുള്ളേ. അപ്പോൾ ഇത് പുല്ല് വലിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇത് ഇപ്പുറത്ത് നമ്മുടെ ഇത് പൊതിനി കണ്ടോ. പൊതിനിയുടെ ഉള്ളിലാണെങ്കിലോ പതിവില്ലാണ്ട് ഇതാ നമ്മുടെ തുളസി മുളച്ച് വന്നു. പിന്നെ ഇതാ ഒരു ചേമ്പ് മുളച്ച് വന്നു. അപ്പോൾ എനിക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലത്തെ പുല്ലുകൾ വലിക്കണം. ചെറിയ ചെറിയ പുല്ലുകളോട്ടെ. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് പുല്ല് വലിക്കുന്ന കാരണം അത്ര അധികം ഇല്ല. ആഫ്രിക്കൻ മല്ലിയുടെ ഇടയിലാണ് നന്നായിട്ട് പുല്ലുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഷായിട്ടതേ അപ്പുറത്ത് നമ്മുടെ മുളകിന് മണ്ണ് ഇടുന്നുണ്ട് കേട്ടാ. അത് കാട്ടിത്തരാം ഞാൻ. ദേ ഇതിപ്പോൾ ഷായിട്ടനെ അല്ലേ ഷായിട്ടാ, കഴിഞ്ഞ വട്ടം നമ്മൾ തെങ്ങിൻ്റെ കട ഷായിട്ട പകുതി മാന്തിയിട്ടുണ്ട്. പകുതി ഇവിടേക്കാക്കാന്ന് വെച്ചു പച്ചമുളകിനെ. പകുതി ആ സൈഡിലേക്ക് ഇട്ടു. അവിടെ നമ്മൾ ചോളം ചീരക്ക് നട്ടുണ്ട് കേട്ടോ. അത് കാട്ടിത്തരാം ഞാൻ. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പയറും നമ്മുടെ ഈ മുളകും എത്ര വട്ടമല്ല ഷേട്ട് പൊട്ടിച്ചോണേ. പൊട്ടിച്ചതിന് കണക്ക് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ പഴുത്ത് പൊട്ടിച്ചിരുന്നോ. നമ്മുടെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസത്തെ വീഡിയോയിലെങ്കിലും നമ്മൾ മുളക് പൊട്ടിക്കുന്നത് കാണിക്കായിരുന്നു. നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി ശരിക്കും ഇപ്പോൾ ഈ കോഴിക്കാട്ടം കോരിയിട്ടുണ്ടായിരുന്നില്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കോഴിക്കാട്ടം കോരിയിടുന്നത്, ചീര അരിയണത്, അതേപോലെ നമ്മുടെ അടിച്ചു വാരുന്ന ചവറൊക്കെ ഇടില്ലേ, ഇതൊക്കെ ഇട്ടതിന് ശേഷം ഷായിട്ട് അതേപോലെ ഞാൻ പറയാമല്ലോ ഷായിട്ടിൻ്റെ ഒഴിവിനാണ് ഷായിട്ട് മണ്ണിട്ട് കൊടുക്കാന്ന് മുളകിൻ്റെ കടക്കിൽ. അപ്പോൾ അതേപോലെ ഷായിട്ട് ഇപ്പോൾ ഈ തെങ്ങിൻ്റെ കടക്കിലത്തെ, അത് നമ്മൾ തെങ്ങിൻ്റെ കടക്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ എല്ലാ വേസ്റ്റും ഇത് കോരിയിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേ ചവറ് കൊണ്ടിടാനുള്ള ചവറ്, പട്ട, തെങ്ങും പട്ട അങ്ങനെയുള്ള സാധനങ്ങളില്ല, അതൊക്കെ ഇട്ടിട്ട് മൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ മണ്ണാണ് നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഇടുന്നത് കേട്ടാ. ഇനി ഇതിൽ വീണ്ടും നമ്മൾ അതേപോലെ ഇടും. അപ്പോൾ നല്ല മണ്ണാ അങ്ങനെ ആകുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 ദിവസം മുൻപാണ് ഞാൻ ഇത് കോരുന്നത് കാട്ടിയത്. പിന്നെ നമ്മുടെ ഗ്യാപ്പ് നോക്കിയപ്പോഴാണ് ഇനി ഇപ്പോൾ ആക്കുന്നത്. ഇപ്പോൾ ആകുന്നത് അങ്ങോട്ട്. അപ്പോൾ അത് പിന്നെ അത് കാരണം മുളക് എൻ്റെ ശരിക്കും കാലാവധി നോക്കുകയാണെങ്കിൽ കഴിയേണ്ട സമയമായിട്ടുണ്ടല്ലോ ഷേട്ടാ. പക്ഷെ എന്നാലും ഇനി ഉണ്ടാവട്ടാ. നല്ല ഇത് ഈ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഒരു വളർച്ച വരും ഇനി എന്തായാലും. എല്ലാം നല്ല പൊട്ടിച്ചനിച്ച് നല്ല പൂവും ഒക്കെ ആയിട്ട് വരും. ഞാനേ നമ്മുടെ അപ്പുറത്തെ ഷായിട്ട് ഇതേപോലെ മണ്ണിട്ടിട്ട് ചീരത്തയ്യും നമ്മുടെ ചോളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അത് കാട്ടിത്തരാം. നോക്കിയേ ഇപ്പോൾ നമ്മുടെ ഈ മണ്ണിൻ്റെ കളർ നോക്കിയേ, ഒരു കറുത്ത ഇത് വന്ന് തുടങ്ങി. ഒക്കെ ദ്രവിച്ചു നന്നായിട്ട്. ഇനി ഇതിടുമ്പോഴന്നെ ഒരു വളമായി ഇവർക്ക്. നമ്മളിവിടെ ചീര നട്ടു കൊടുത്തു. അതേപോലെ തന്നെ ഈ ഒരു കള്ളിയിൽ നമ്മളിത് ചീര നട്ടു കൊടുത്തു കേട്ടാ. പിന്നെ ഇവിടെ നമ്മൾ ചോളം നട്ടിട്ടുണ്ട്. 1-2 മുളകൾ വന്നു തുടങ്ങി. ഈ 4 കള്ളിയിലായിട്ടും കേട്ടോ നമ്മൾ ചോളം നട്ടു കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കിയേ, എന്തേ കണ്ടോ, മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ആയിട്ടില്ല, എന്നാലും കുറച്ച് പേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഞാൻ പോയിട്ടേ നമ്മുടെ പൊതിനിയുടെ ഇലത്തിയും നമ്മുടെ എന്താ പറയുക
ആഫ്രിക്കൻ മല്ലിയുടെ ഇടയിലത്തെ പുല്ല് വലിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ കൈമയ്ക്ക് എന്തായാലും നല്ല കോറിൽ വീഴുമെന്ന് ഉറപ്പാ. ഇതേ ചെത്താനും പറ്റില്ല, ഞാൻ ചെത്തി വൈക്കിതാ നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലിമ കൊണ്ടത്. കാരണം ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നതാണ് ഈ സംഭവം. കണ്ട, ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇതിങ്ങനെ പൊട്ടി തെറിക്കുകയാണ്. അപ്പോൾ തെറിക്കുന്ന ഭാഗത്തേക്ക് ഒക്കെ തൈകൾ മുളയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കാട്ടിത്തരാം കേട്ടോ തൈകൾ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് കുഞ്ഞു തൈ കണ്ടോ, ഇത് തൈ കണ്ടോ, ഇതൊക്കെ തൈകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈക്കോട്ടുകൊണ്ട് പോലും വലിക്കാൻ ബുദ്ധിമുട്ടാവും. അത്ര ശ്രദ്ധിക്കണം. കൈയും കൈക്കോട്ടൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പുല്ല് വലിക്കാൻ പറ്റുള്ളൂ. എന്നേ കുറേ സമയം എടുക്കുകയും ചെയ്യും. നിറച്ച് മുള്ള എന്ന് പറഞ്ഞാൽ നിറച്ച് മുള്ള. അത് ഈ ഇത് അയ്യോ എന്തൊരു കുത്തല. നമ്മുടെ പൈനാപ്പിളിൻ്റെ ഇലമത്തെ മുള്ളു കുത്തുന്ന പോലെ കുത്തുക. ഞാൻ ഒരു വിധം എന്താ പറയുക കയ്യുമ്പോൾ ചെറുതായിട്ട് കോറിലൊക്കെ ഏറ്റു വന്നാലും ചെത്തിട്ടൂട്ടെ. ഇതിലേ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിത് ഈ കാണുന്നതില്ലേ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. ഇതൊക്കെ നമ്മുടെ ആഫ്രിക്കൻ മല്ലി മുളയ്ക്കുന്നതാട്ടാ. ഈ പുല്ലുകൊണ്ട് വലിച്ചിട്ട് കാട്ടിത്തരാം. അപ്പോൾ തെളിഞ്ഞ് കാണുള്ളത് ഇതൊക്കെ ആഫ്രിക്കൻ മല്ലികൾ മുളയ്ക്കണത്. അപ്പോൾ അത് കാരണം നമ്മൾ ചെത്തുമ്പോഴും ഒക്കെ നന്നായി ശ്രദ്ധിക്കണേ. അതല്ല ഒരു വിധാക്കി ഞാൻ മുള്ളും കയറും കയ്യുമ്പോ. അയ്യോ ഇതുമ്പോൾ കയറിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ടേ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനുള്ളിലൊക്കെ അത് ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാത്തൊരു സ്പീഡും കിട്ടില്ല പിന്നെ ചെയ്യണ കാര്യത്തിന്. അപ്പം ഇത് കഴിഞ്ഞു. ഇനി നമ്മുടെ കുറച്ച് നമുക്കിവിടെ എന്താ പറയുക പച്ചക്കറി ചീരയും അതേപോലെ തന്നെ വഴുതിനിങ്ങയും കണ്ടോ, നമ്മുടെ കറുപ്പ് വഴുതിനിങ്ങ നോക്കി. നമ്മുടെ വഴുതിനിങ്ങ, ഈ വഴുതിനിങ്ങനെ കുറിച്ച് എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വഴുതിനിങ്ങ. ഇത്രയും വലിയ ചെടിയായി, ഇത്രയും വർഷമായി കിട്ടി തുടങ്ങിയിട്ട്, എന്നിട്ടും ആളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശിയായി എന്നിട്ടും ഉണ്ടാവണ കണ്ട. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇത്രയും വഴുതിനിങ്ങ കേട്ടോ നമ്മൾ പൊട്ടിച്ചെടുത്തത്. ഇത് നമ്മുടെ ചീരരിയാട്ടാ. നമുക്ക് ഇനി കുറച്ച് ചീര അരിയണം. ചുവപ്പ് ചീര അരിയാനുണ്ട്, പച്ചച്ചീര അരിയാനുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ആയാലും നമ്മുടെ എന്താ പറയുക ഉള്ളിത്തടത്തിലും ഒക്കെ ആയിട്ടാണ് കൂടുതൽ ചീര നിൽക്കണേ. അപ്പം അതൊക്കെ അരിഞ്ഞെടുക്കാം. നല്ല വെയിലാട്ടപ്പോ, നല്ല ഉച്ച നേരാ. ഒരു ചീരക്കടയാകുമ്പോൾ നാട്ടെ നമ്മളിതിങ്ങനെ അരിക്കണേ കണ്ടോ. ശരിക്കും ഒരു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ ഒരു ചീരക്കട മതി നമുക്കിവിടെ. അത്ര അധികം കിട്ടും കണ്ടോ ഞാൻ പരിഞ്ഞത്. നോക്കി നമ്മുടെ പാൽച്ചീര കണ്ടോ, കഴിഞ്ഞ കൊല്ലത്തെ ആകെ എത്ര തയ്യ നമുക്ക് കിട്ടിയത്. അത് നമ്മളിതാ കതിരാക്കാൻ വേണ്ടി നിർത്തി. എന്നാണെങ്കിൽ നമ്മൾ വിത്തായിട്ട് എടുത്ത് വയ്ക്കാറൊന്നുമില്ലല്ലോ. നമ്മുടെ പറമ്പിൽ ഇങ്ങനെ വീട് കൊഴിയുമ്പോൾ അവർ തന്നെ മുളയ്ക്കണതാണ് നമ്മൾ പറിച്ച് നടാറേ. അപ്പോൾ അത് കാരണം തന്നെ ഇതിങ്ങനെ നിർത്തിയിട്ടാ. ഇനി ഇതാ അതേപോലെ ചുവപ്പ് ചീര അതെ കുറേ വട്ടം അരിയണു. ഇപ്പോൾ കതിര് വന്നിട്ടുണ്ട്. പക്ഷെ കതിര് വന്നാലും നല്ല ചീരയാണേ. അപ്പോൾ അതും കുറച്ച് അരിഞ്ഞെടുക്കണം. കാരണം
തണ്ട് മൂത്തിട്ടില്ല, കതിരുണ്ടെന്നുള്ളൂ. അപ്പോൾ ആ കതിര് കളഞ്ഞ് ആ തണ്ട് അതിലൊക്കെ എടുത്ത് നമുക്ക് കറി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് കൊണ്ടുവച്ചിട്ട് പറ്റേ. കണ്ടോ കതിര് വന്നാലേ നല്ല ഇലയാണേ. അപ്പോൾ അതൊരു പിടി കിട്ടിയ. അപ്പം ഞാൻ പരിപ്പും ചീരയായിട്ട് കറി വയ്ക്കും. അപ്പോൾ നോക്കിയേ, ഇന്ന് എത്രയായിട്ട് പച്ചക്കറികളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തത്. അതേ വെയിലല്ലേ, ഇലയ്ക്ക് ഇതാ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും ഇതാ വാടി. അപ്പോൾ ഇന്ന് അനിയൻ വരും, നമ്മുടെ കണ്ണൻകുട്ടിക്ക് ചീര എല്ലാ ആഴ്ചയിലും അനിയൻ കൊണ്ടുപോയിട്ട് അവിടുന്ന്. ഇതപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് നോക്കണത്. അപ്പോൾ വെള്ളം തെളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പോണവരെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പേളിയേ പേളി എന്നാലും മുമ്പ് ഓടി. അവള് പറമ്പിലേക്ക് ആദ്യം വരും, പിന്നെ ഓടി വരും. ഷൈയുടെ പയർ പൊട്ടിച്ചു അല്ലേ? ഞാനുള്ളത് പൊട്ടിച്ചു പോന്നു. ഞാനവിടെ ഇറങ്ങാൻ വെച്ചിട്ട് ഇരിക്കുന്നു. അപ്പൊ കുട്ടിപ്പട്ടാളുടെ അടുത്ത് പെട്ടുപോയി. അത് കാരണ നോക്കിയത് നമ്മുടെ പയർ എന്ത് ഭംഗിയാ. 2 പയറും കൂടി കിട്ടണേ രസല്ലേ? ഷൈട്ട ഒന്ന് കാണിച്ച ഷൈട്ട കണ്ടോ എന്തൊരു നല്ല പയറാന്നറിയോ. ടൈസും കൂട്ടാ. അപ്പൊ ഇനി നമുക്ക് പോവാ പറമ്പിലേക്ക്. ഷൈട്ടൻ പയർ പൊട്ടിച്ചു വന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വായ പേളിക്കുട്ടിയെ പോവാ. നമുക്ക് ഞാൻ അവിടുത്തെ പറമ്പിലേക്ക്. നമ്മുടെ പേളിക്കുട്ടി കണ്ടോ മുന്നേ ഓടി വന്ന് അവളവിടെ ആ ഷായുടെ ചാല് കോരിയിട്ടുണ്ട്. അതിൽ വന്ന് കിടക്കണ നോക്കിയേ. അപ്പം ഞാനേ നമ്മുടെ ഇവിടെ കയ്പിക്ക് പന്തലിടാറായിട്ടുണ്ട്. അപ്പോൾ നെറ്റും വള്ളിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടാ. ഇന്നും നമുക്ക് പോകുമ്പോൾ കുറച്ച് ചീരയ്ക്ക് അരിഞ്ഞ് പോകണം. നമ്മുടെ ഇതേപോലെ പയറിൻ്റെയും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാട്ടില്ലേ നമ്മുടെ കപ്പലണ്ടിയുടെ ഇടയിലൊക്കെ ചീര മുളച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെ ഇവിടെ ഒക്കെ ചീരതകൾ മുളച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ അരിഞ്ഞു കൊണ്ട് പോകണമെന്ന്. ഇപ്പോൾ പന്തലിടാന്ന് പറഞ്ഞാലേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, നമ്മുടെ കുക്കുമ്പറിൻ്റെയൊക്കെ പന്തലിട്ട് കൊടുത്തിട്ട് എന്ത് ഭംഗിയിലും പടർന്ന് കയറി പോയി നോക്കണേ. കാട്ടിയതായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ തോന്നി കയ്പ്പിക്കും അതേപോലെ തന്നെ പന്തലിട്ട് കൊടുക്കാമെന്ന്. വള്ളി ഇങ്ങനെ കോർത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വലിച്ച് കെട്ടാൻ പറ്റുന്നുണ്ട്. കണ്ടോ എന്തൊരു വേഗം പന്തലിട്ട് കഴിയണെന്നറിയോ. ഞാനേ നമ്മുടെ ഈ നെറ്റ് കെട്ടി വന്നപ്പോഴേ അടിയിലൊരു കഷ്ണം ബാക്കി കിടക്കണം. അപ്പം ഞാനത് വെട്ടിയെടുത്തിട്ട് ഇതാ വീണ്ടും മുകളിൽ കെട്ടി. മുന്നാണെങ്കിൽ അത് ശ്രദ്ധിച്ച് കെട്ടായിരുന്നു ആ രീതിയിൽ. എന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുകയാണ് ഇതിങ്ങനെ ആക്കിയിട്ട് ഈ ചേരിടുമ്പോൾ ഒരു കയറ് കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടാലേ സുഖമായല്ലോ. പിന്നെ വേറെ കാല് കുഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നെറ്റ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ വലിച്ച് കയറ് കെട്ടി കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ ഇടാൻ പോവാട്ടാ. അപ്പോൾ കല്ലെടുത്തിട്ട് പറ്റേ ഇനി പോയി കല്ല് തപ്പട്ടെ ഇതിന് പറ്റിയത്. അയ്യോ സൂര്യൻ്റെ കുത്തേ ശരിക്കും എൻ്റെ മുഖത്തേക്കാ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള കല്ലാട്ട് എടുത്ത് നോക്കണേ. എന്തോരം താഴ്ച, ഇപ്പുറത്ത് നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. എന്നാലും നോക്കട്ടെ. കുഴപ്പമില്ല. അപ്പോൾ ഇവിടത്തേക്ക് ഇങ്ങനെ വലിച്ച് കയറ്റിനോട് കൂടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും.
വിചാരിച്ചേക്കളും ഭംഗി വന്നിട്ട് എൻ്റെ പന്തലിന് ആ നെറ്റിൻ്റെ ആ കുറച്ച് കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി കുഴപ്പമില്ല. നോക്കി എന്ത് രസമായേ, നല്ല പന്തലേ. ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് നമ്മുടെ കയ്പ പടർന്ന് വരുമ്പോഴേക്കും നമുക്ക് പതുക്കെ ഇതൊക്കെയും എന്തെങ്കിലും വള്ളിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വല അവിടെ സാധ്യത ഇല്ല വീട്ടിൽ, ഉണ്ടെങ്കിൽ നോക്കണം, ഉണ്ടെങ്കിൽ അതും കൂടി ആയിട്ട് ഇടണം. പക്ഷേയായിട്ട് എനിക്ക് ഒരു പന്തലും കൂടി ഇടാനായിട്ട് ആക്കിയിട്ടുണ്ട്, അതായത് നമ്മുടെ കുക്കമ്പറിന് കേട്ടാ. ഇനി അങ്ങോട്ട് പോവാം നമുക്ക്. പിന്നെ നോക്കിയേ നമ്മുടെ പയറൊക്കെ പിന്നെ അതേ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, അതേ നന്നായിട്ട് ഉണ്ടാവണുണ്ട് പയറൊക്കെയും കുഴപ്പമില്ലാണ്ട് നന്നായിട്ട്. അത് മാത്രമല്ല നമ്മുടെ ഉള്ളി നോക്കിയേ, കണ്ടോ ഉള്ളി കണ്ടോ? ഞാൻ പറയാറില്ലേ, ഉള്ളി ഉണ്ടായി വരുമ്പോൾ പുറമേക്ക് കാണും നമ്മുടെ ഉള്ളി, അങ്ങനെയാണ് ഉള്ളി. ഇപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ ആയി തുടങ്ങി, ഉള്ളിക്ക് വിളവെടുക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, എല്ലാ ഉള്ളിത്തടത്തിലും നന്നായിട്ട് ഉള്ളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒപ്പം വിളവെടുക്കാനായിട്ട് എത്ര പേരുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും കുറച്ച് പേരൊക്കെ നട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞു നോക്കണേ. പിന്നെ നോക്കിയേ, നമ്മൾ നെറ്റ് കെട്ടി കൊടുത്തിട്ട് നോക്കി കുക്കമ്പർ ഉണ്ടാക്കി എടുക്കണേ, കണ്ടോ? താഴെ കേട്ടോ, ഇതൊക്കെ പൊട്ടിക്കാളാ നമുക്കിന്ന്. ഇതൊരു ഭംഗിയാട്ടോ ഈ പന്തൽ, അധിക സ്ഥലം വേണ്ട, ഉണ്ടാവണമുണ്ട്. നല്ല കുക്കമ്പർ, അത് നോക്കിയാൽ ഓരോ എക്കില് നോക്കി ഉണ്ടായിക്കൊണ്ടിരിക്കണേ, കണ്ടാ മുകളിലേക്ക് കയറും തോറും. അപ്പോൾ നമുക്ക് പന്തലൊക്കെ ഇട്ട് ലാസ്റ്റ് വരെ പൊട്ടിക്കാം. ഇവിടെ ഇട്ട് ഞാൻ അടുത്ത് നമ്മുടെ കുക്കമ്പറിൻ്റെ പന്തൽ അതേ നോക്കിയേ, നമ്മൾ എപ്പോഴായാലും അതായിട്ട് ആ കുക്കമ്പറൊക്കെ നട്ട് തുടങ്ങി കായ് ഉണ്ടായി തുടങ്ങുമ്പോഴാണ് നമ്മുടെ പന്തലിടല്. പുതിയ താഴേക്ക് നോക്കി അറിയാട്ടാ, നിറച്ച് കുക്കമ്പറ. ഇത് നമ്മുടെ വൈറ്റ് സ്നോ കുക്കമ്പറാണ് കേട്ടാ. പടർന്നു കണ്ടോ, നോക്കിയേ എന്ത് രസമായിട്ടാണ് നോക്കിയേ, എന്താ ഉണ്ടായി വരുന്നത്. തെങ്ങിൻ്റെ ചുറ്റായിട്ട് നമ്മൾ തൈ നട്ടു കൊടുത്ത് നോക്കുക. അപ്പോൾ വേഗം ഇവരെ കയറ്റാനുള്ള പന്തൽ നമ്മുടെ കയറ് കൊണ്ടാട്ട് ഞാൻ ഇടുന്നത്, താഴത്തു തന്നെ ഇടണേ. ഇങ്ങനെ ഓരോ ചിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഴയിൽ കുറയും. കണ്ടോ, ഒരു കള്ളി നമ്മളിങ്ങനെ കെട്ടി. ഇനി ഇതേപോലെ എന്താ പറയുക, ഒരു എന്താ പറയുക അടി അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാട്ടോ കെട്ടണത്. ഓരോന്ന് അവസാനിക്കണേൻ്റെ അവിടെ ഒരു കടുങ്കെട്ടിട്ട് ഒഴിക്കണേ, അപ്പം എന്താ പറയുക, അല്ലെങ്കിൽ പെട്ടെന്ന് അഴയും. നമ്മളേ പന്തലിടാൻ തുടങ്ങിയപ്പോഴാണ് കയറൊക്കെ ഈ പറമ്പിൽ എവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം കെട്ടി വന്നപ്പോൾ ഒന്നും തികയണില്ല. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു പന്തൽ ഇനി വേറെ ദിവസം ഇതിനൊക്കെയും നെറ്റും കയറൊക്കെയും കെട്ടി കൊടുക്കണം. ഇപ്പോൾ ഇവരെ കയറ്റാനുള്ള രീതിയിൽ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്ത് നോക്കണേ. കാരണം മുകളിലൊരു മഞ്ഞ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചരട് കെട്ടി, എന്നിട്ട് അതുമൊന്ന് താഴേക്ക് നമ്മുടെ സാധാരണ കയറുണ്ടല്ലോ അത് ഓരോന്ന് കോർത്ത് കെട്ടുക. അപ്പോൾ ഈ തൽക്കാലം കയറുമ്പിക്ക് കയറ്റി കൊടുക്കാം. പിന്നെ നാളേക്കായിട്ട് വന്നിട്ട് ശരിയാക്കി എടുക്കണം. അടുത്ത വീഡിയോ വരുമ്പോഴേക്ക് ഇതുമ്പത്തെ ഫുള്ള് പന്തലിട്ടത് കാട്ടിയതാട്ടോ. നമ്മൾ എല്ലാ കുക്കമ്പറും കയറ്റാവുന്ന രീതിയിൽ കയറുകൊണ്ട് താൽക്കാലികമായിട്ട് ഒപ്പിച്ചു കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ കയറില്ലാത്ത കാരണേ ഈ പറമ്പിൽ കയറും എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടേക്കും. അപ്പോൾ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇങ്ങനെ കെട്ടി കൊടുത്തു. ഇനി ഞാൻ കുറച്ച് വാഴവള്ളി കൊണ്ടുവരട്ടെ പോയിട്ട്. നമ്മൾ വാഴവള്ളി
ചെറിയ ചെറിയ ഞാരുകളായിട്ട് ചീന്തി എടുത്തു. ഇനിയാണ് ഇവിടുന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെയാണ് തൈ നട്ടു കൊടുത്ത് പടർന്ന് കായായി തുടങ്ങുമ്പോഴാണ് നമ്മൾ പതുക്കെ ചുറ്റി കൊടുക്കാറ്. അത് നമ്മുടെ സമയക്കുറവുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വേണ്ടി വരുന്നത്. എന്നിട്ട് ഇത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ നമ്മൾ ഈ വാഴവള്ളി കൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണേ. മറ്റേത് തുടക്കം തൊട്ട് തന്നെ നമ്മൾ കയറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മളിതൊന്നും ചെയ്യേണ്ട, അവർ വേഗം കയറി പിടിച്ച് പൊക്കോളും. അപ്പോൾ ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ അവിടെ നിന്നോളൂ. നാളെ രാവിലെ വന്ന് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ചുറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടാ പെട്ടെന്ന്. ഇതേപോലെ ഓരോന്നും ചെയ്യട്ടെ. എപ്പോഴും നമ്മൾ തൈ നട്ട് അവരൊന്ന് കയറി തുടങ്ങുമ്പോഴേക്കും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എളുപ്പമാട്ടാ. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നോക്കിയേ, അങ്ങനെ ഇന്ന് എൻ്റെ 2 പന്തൽ ഇടൽ കഴിഞ്ഞു. ഇനി നമ്മുടെ കുറച്ച് ചീര അരിയാനുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കുക്കമ്പറൊക്കെ ഉണ്ട്. അതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് പോവാട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോളേക്കും എനിക്ക് ഷായേട്ടൻ്റെ ഒഴിവ് സമയത്ത് പണിയുടെ ഇടയിലൊക്കെ ഒഴിവുള്ള ടൈമിൽ വന്നിട്ട് ആക്കി തന്ന് പോണതാണ്. ഓരോ കാലം കുഴിച്ചിട്ട് പോവും. പിന്നെ എൻ്റെ ഒഴിവ് ടൈമിൽ വന്നിട്ട് ഞാൻ ഇതേപോലെ കെട്ടും ചെയ്യും. പിന്നെ നോക്കിയേ, നമ്മുടെ ഇവിടുത്തെ മുളകിനാണ്ട ഇന്ന് രാവിലെ കേട്ടോ. ഷായേട്ടൻ രാവിലെ അല്ല, ഒരു നമ്മുടെ അവിടുത്തെ കാട്ടിയാന്നില്ലേ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഷായേട്ടൻ ചെയ്തിട്ടുള്ളത് അത് ഇവിടുത്തെ ഈ മുളകിനൊക്കെ ഇങ്ങനെ മണ്ണിട്ടിട്ട്. അത് ഷായേട്ടൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർണ്ണപ്പണിയാണ്. കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്വർണ്ണപ്പണിയാകുമ്പോൾ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ആ സമയങ്ങളിൽ വന്നിട്ട് ചെയ്യണതാണ് ഷായേട്ടൻ ഇങ്ങനെ. പിന്നെ ഞാനൊരു കാര്യോടും പറയാം, എനിക്ക് കമൻറ്റ് വരേണ്ടത് എന്നിട്ട് പണിസ്ഥലം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സ്വർണ്ണപ്പണി സ്ഥലം, ഷായേട്ടൻ്റെ സ്വർണ്ണപ്പണിയാണ്. അപ്പോൾ ആ ഒരു പണിസ്ഥലത്ത് നമ്മൾ അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ ഞാൻ പറയാറില്ല, ഇവിടെ പച്ചക്കറിയൊക്കെ വല്ലത് നമുക്ക് കൂടുതലൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ കറി വയ്ക്കാനാണ് കൊടുക്കുക. അപ്പോൾ അതാണ് കേട്ടോ പണിസ്ഥലം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോണത്. എന്തായാലും നല്ല ഭംഗി തോന്നുന്നുണ്ടല്ലേ പന്തല്. നോക്കി നമ്മുടെ സബോളയമ്മ പൂവിട്ടോ നോക്കിയേ, എന്ത് ഭംഗിയുള്ള പൂവാന്ന് നോക്കിയ സബോളയുടെ. അയ്യോ വർണ്ണിക്കാൻ പറ്റില്ല നമുക്ക്, അത്രയും ഭംഗിയ പൂവ്. എന്ത് രസം എന്നറിയോ കാണാനായിട്ട്. സബോളയുടെ ഇടയിൽ കുറച്ച് പുല്ലുണ്ട്, അത് വലിക്കണം എനിക്ക്. അടുത്ത ദിവസം വലിക്കാം. ഇന്നിപ്പോൾ നമ്മൾ പന്തലൊക്കെ ഇട്ട് വന്നപ്പോഴേ കുറേ നേരം പോയി പന്തലിടാനായിട്ടും. അപ്പോൾ നമ്മുടെ കുക്കമ്പർ നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടാ. ഹായ് നോക്കിയേ, ഇതൊക്കെ അടുത്ത ദിവസം പൊട്ടിക്കാം നമുക്ക്. അപ്പം നോക്കിയാൽ നമ്മുടെ കുക്കമ്പർ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമ്മുടെ ചീരരിയ കേട്ടാ. ചീര പിന്നെ നമ്മൾ ഓടി നടന്നരിയണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ടല്ല നിൽക്കണേ. കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെ ഉള്ളിയുടെയും കപ്പലണ്ടിയുടെയും പയറിൻ്റെ ഒക്കെ ഇടയിലായിട്ടാ ചീരത്തൈകളാണ്. അപ്പം നമ്മളൊക്കെ എത്രയും ചീര നമ്മൾ അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് വീട്ടിൽ പോകാട്ടാ. പേളിക്കുട്ടി പാവ എപ്പോൾ വന്ന് കിടക്കുന്നത് എനിക്ക് പാവം തോന്നും. അവളെ വന്നിട്ടുള്ള കിടപ്പ്. ടൈസിന് അമ്രസ് വന്നിട്ടുണ്ടായിരുന്നു, അവർ പക്ഷേ ഇടയിൽ പോയി. പേളിക്കുട്ടി അങ്ങനെയല്ല, അവളിങ്ങനെ നിൽക്കും. പേളിക്കുട്ടിയെ നമുക്ക് പോവാ, അയ്യോ വാടി പൊന്നോ വാ, അയ്യോ ഇവിടെ പൊന്നു വാ, വാടി പൊന്നോ പോവാണേ വാ. നല്ല ക്ഷീണാണ് അവൾക്ക് കിടന്നേ, അതാണ് വരാൻ. അപ്പം ഇന്നത്തെ ചീരയും അതേപോലെ തന്നെ കുക്കമ്പറിയും കൂടിയിട്ട് ചേച്ചിക്ക് കൊടുക്കാമെന്ന് വെച്ചു. ഒരു 2-3 കുക്കമ്പറി ചേച്ചിക്ക് കൊടുക്കാൻ, ബാക്കിയുള്ളത് എനിക്ക് കൊടുക്കാം. കാരണം അവിടെ ഇനിയും പൊട്ടിക്കാറുണ്ടല്ലോ. വെല്ലേച്ചി
കുക്കമ്പറ ആണ് ചേച്ചിക്ക്, നല്ല കുക്കമ്പറ. ആ സൂപ്പർ കുക്കമ്പറ, വെറുതെ തന്നെ ചെന്നൈ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. ടൈസും കൂട്ടാ നേരത്തെ പോന്നു അങ്ങോട്ട്. ആ സാരില്ല കേട്ടാ, സാരില്ല അമ്മക്ക് കുഴപ്പമില്ല, എൻ്റെ പൊண்ணു നല്ല മോനല്ലേ. ആ സാരില്ല, ആ വായോ. പട്ടാളങ്ങൾ ഒരുമിച്ച് കളിക്കൂട്ടെ, ഞാൻ ഓടും, ഒരു പിന്നാലെ ഓടി വരും. വാ വാ വാ. മെസ്സിക്കൂട്ടം തൊട്ടു, മെസ്സിക്കൂട്ടം ഔട്ട്. തൊട്ടോരൊക്കെ ഔട്ടിട്ടാ. എന്തൊരു മടിയാന്നറിയോ നമ്മുടെ മർഡോണിക്കൊക്കെ ഓടാൻ. അവ ആദ്യം എന്താ പറയാ, ശരീരം നനക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇവരെ കൃത്യം ഓടിക്കും. രാത്രി ഇവർ നന്നായി ഓടും, പക്ഷെ ആ ഓട്ടത്തിനേക്കാളും നമ്മുടെയും ശരീരം നനങ്ങൂലെന്ന് വെച്ചിട്ട് ഞാൻ കിടന്ന് ഓടുമ്പോഴേ നമ്മുടെ മർഡോണ മോന് ഭയങ്കര മടിയാ. റൊണാൾഡോ മോനാണ് കൂടുതലും, റൊണാൾഡോ മോനാണ് കൂടുതൽ ഓടിക്കുന്നത്. കാരണം അവനെ ഭയങ്കര തടി. മതി. അതെ എൻ്റെ കല്യാണി, ഇനി ഒന്നാണ് കണ്ടിക്കിടി കല്യാണി പെണ്ണെ. കല്യാണി കുട്ടി എപ്പോഴും ഇതേപോലെ കേട്ടാ, ചെക്കന്മാർ കൂരി തൊരും കൊടുക്കില്ലേ അവള്. ദേ ഒരാളല്ലെങ്കിൽ ഒരാൾ നോട്ടിട്ട് നിൽക്കും. ഇതിപ്പോൾ അന്വേഷിച്ച് നടക്കാട്ടെ ആരെയാ നോക്കണ്ടേന്ന്. അതെ ഞാൻ മൈൻഡ് ആയിട്ട് നിൽക്കാം. അപ്പം നോക്കിയോളാം കല്യാണം. എൻ്റെ പൊന്നി ചെക്ക ഇവരെ നമ്മുടെ മേലേക്ക് പെട്ടെന്ന് വരുമ്പോഴേ കാലുറപ്പിച്ച് പിടിച്ചില്ലേ നമ്മൾ വീഴും. കാരണം അവർ ആ സ്നേഹത്തിലാണ് പെട്ടെന്ന് കയറണതേ. നമുക്കൊരു കമൻറ്റ് വന്നുള്ളൂ കേട്ടോ, ആകെപ്പാടെ ഒരാളെ ശ്രദ്ധിച്ചിട്ടുള്ളത് തോന്നുന്നു. നമ്മളിവിടെ നിറച്ച് കൊങ്കിണി എഴുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, ചേച്ചി കൊങ്കിണി എവിടെയായിരുന്നു. അപ്പോൾ ഞാൻ കൊങ്കിണി മാറ്റിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടി പട്ടാളങ്ങളെ ഈ കൊങ്കിണിയുടെ ഇല തിന്നിട്ടേ ഇവർ ഛർദ്ദിക്കുക. അതെല്ലാ ദിവസമാണ്. അപ്പം ഞാൻ നീ പറയുമ്പോൾ അവർ തിന്നാതിരിക്കും, പിന്നെ തിന്നും ഛർദ്ദിക്കും. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊങ്കിണി മാറ്റി. കാരണം ഇപ്പുറത്ത് കണ്ടോ, ഈ ഒരു സൈഡിലത്തെ കൊങ്കിണി കൂടി മാറ്റാനുണ്ട് കേട്ടോ. നോക്കി അവരെ ഇല തിന്നിട്ട് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ എത്തണ ഭാഗത്ത് കണ്ടോ ഈ ചെടിയിലേക്ക് ഇല തിന്ന് നോക്കണേ. ഇനി ഇതുകൂടി മാറ്റണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്കിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. കാരണം അത് ഞാൻ നമ്മുടെ പിങ്കും, അതായത് ഓറഞ്ചും പിങ്കും കൂടി കലർന്ന കളറും പിന്നെ മഞ്ഞ്, ഇത് രണ്ടും കൂടിയിട്ടാണ് വെച്ചിരുന്നത്. ഭയങ്കര ഭംഗിയാണ്, നന്നായി പൂവിട്ടിരുന്നു. പക്ഷേ എൻ്റെ 6 വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനത് തൽക്കാലം വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ ബോഗൻവില്ല വെച്ച് നോക്കുക. കാരണം അല്ലെങ്കിൽ ഇവരിങ്ങനെ തിന്ന് ഛർദ്ദിക്കുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടുന്ന് കൊങ്കിണി മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഇനി ബോഗൻവില്ല, ഈ വേനൽക്കാലത്ത് ബോഗൻവില്ല നന്നായി പൂവിടും നമുക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടേക്ക് വേറെ ഏതെങ്കിലും ചെടി കണ്ടുപിടിക്കണം. എന്തായാലും കൊങ്കിണി ഞാൻ ഇവിടെ വെക്കില്ല. കൊങ്ങിണി എന്ന് ഞാൻ അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ 4 സൈഡിൽ നമ്മൾ ചെടികൾ വയ്ക്കുന്ന കാരണം തന്നെ അപ്പുറത്തൊരു സൈഡിലാക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ. വയ്യ നമ്മളേ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഇട്ട് പുളിപ്പിച്ച വെള്ളമാണ് നമ്മൾ പച്ചക്കറി തൈകൾക്ക് ഒഴിച്ചു കൊടുക്കാന്ന് പറയാറില്ലേ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി വെള്ളം കണ്ടോ, നമുക്കെന്ന് പറഞ്ഞപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉള്ള കാരണം ചോറൊക്കെ വയ്ക്കുമ്പോൾ കഞ്ഞിവെള്ളം കൂടുതലാണ്. പിന്നെ ആവശ്യം വരികയാണെങ്കിൽ പണിസ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് കഞ്ഞിവെള്ളം ഒഴിക്കും. അങ്ങനെ കഞ്ഞിവെള്ളം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ ഇതേ കുറച്ച് കഞ്ഞിവെള്ളം ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നോക്കിയാൽ കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയുന്നത് കണ്ടോ, ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക്. ഇതിപ്പോൾ ഒരു 5 കിലോ ഉണ്ട്. അത് നമ്മളിതിൽ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് കണ്ടോ, ഇതൊരു 5 കിലോ ഉണ്ട്. ശരിക്കും നമ്മൾ ആദ്യമൊക്കെ കഞ്ഞിവെള്ളം കപ്പലണ്ടി പിണ്ണാക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒരാഴ്ച ഇങ്ങനെ ഇട്ട് അത് എന്താ പറയുക ഒരാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ പുളിക്കും. ആ പുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തെളി എടുത്തിട്ട് എടുക്കുന്നത് എത്ര അളവിലാണോ അത്രയും 4 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഈ
കപ്പലണ്ടി പിടാക്ക് ഇടേൻ്റെ ഒപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി കഞ്ഞിവെള്ളത്തിലിട്ട് പൊളിപ്പിച്ച് തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഞ്ഞിവെള്ളം ഇത്ര ആയിട്ടുള്ളൂ, നമ്മളിതിൽ ദിവസം ഉള്ളത് ഒഴിച്ചു കൊടുക്കും. കാരണം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തൊക്കെ ഇതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞു നമ്മൾ ഉപയോഗിച്ചിട്ട്. ഈ ഡ്രമ്മിലത്തെ കഴിഞ്ഞിട്ടുണ്ട്, കാലിയായി. ഇപ്പോൾ ഈ ഡ്രമ്മിലത്തെ ഇതിനാണ് ഇപ്പോൾ നമ്മളെടുത്ത് ഉപയോഗിക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് എപ്പോഴും സ്റ്റോക്ക് ചെയ്യണ കാരണം തന്നെ നമുക്ക് എന്താ പറയുക, ഇതിൽ ഏതാണ്ട് നിറയണ കഞ്ഞിവെള്ളം ഒഴിക്കണ വരെ ആവണ വരെ നമുക്ക് അതിലത്തെ തലി ഒഴിക്കാനുണ്ടാവും. അതല്ല ഇപ്പോൾ കഞ്ഞിവെള്ളം ഒഴിക്കാനില്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഞ്ഞിവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ 10 കിലോയാണ് ഇട്ടോക്കണേ. ഇതിനെ നിറച്ചിന് കഞ്ഞിവെള്ളം ആക്കും നമ്മൾ. അപ്പോഴേക്കും ഇനി എടുത്ത് ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഒരാഴ്ച പച്ചവെള്ളമായാലും കഞ്ഞിവെള്ളമായാലും ഒഴിച്ച് വെച്ചിട്ട് ഒരാഴ്ച വെച്ചിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഈ ചാക്കുകൾ ഇട്ടാ ഇത് നോക്കണ്ട. ഈ ചാക്കുകൾ എന്ന് പറയുന്നത് ഞാൻ അടിച്ചു വരാൻ ചവറൊക്കെ ആക്കി വെക്കണതാ. നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാനേ. നമുക്ക് നന്നായിട്ട് ചവറുണ്ടാവേ പറമ്പ് അതിലിടയ്ക്കിടയ്ക്ക് അടിക്കുമ്പോഴേ. അങ്ങനെ പിന്നെ നമ്മുടെ പേരക്കായമ്മ കവറിടണം. പേരക്കായമ്മ കവറിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേരയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, എന്താ പറയുക, ഭ്രാന്ത് പിടിക്കാന്ന് പറയില്ലേ. ഓരോ ഇങ്ങനെ ചെടികൾക്കൊക്കെയും അതേപോലെ പൂത്തു അല്ലെങ്കിൽ അതേപോലെ കായ ഉണ്ടാവാന്ന്, അതേപോലെയാണ് നമ്മുടെ ഈ പേര. ഭ്രാന്ത് പിടിക്കുന്ന പോലെയാണ് പേരക്കായ ഉണ്ടാവുക. ഇപ്പം നോക്കിയേ, ഞാൻ ഈ താഴത്തുള്ളതൊക്കെ കവറിട്ടു. ഷായിട്ട് വന്നു അല്ലേ, ഷായിട്ടിനെ ലാഡർ വെച്ചിട്ട് ഇനി കവറിടാൻ വേണ്ടിയിട്ടാ ഒരു വിധം എത്ര കൊടുത്ത്. കാരണം അത്രയും പേരക്കായല്ലേ ഷായിട്ട് ഉണ്ടാവുക. വെച്ചാലും അധികത്തില്ല, എന്നാലും കിട്ടുന്നിടത്ത് ഇടാം. കാരണം നോക്കിയേ, ഞാൻ കാട്ടിട്ടാ പേരക്കായയുടെ വലിപ്പം. ഇപ്പം ഇതല്ല കേട്ടോ, ഇതവർ തിന്നിട്ടൊക്കെ കളഞ്ഞിട്ടുള്ളതാ. ഈ വലിപ്പമല്ല വരിക, ഇതിന് വലിപ്പം വരും പേരക്കായ. കാരണം നമ്മൾ കവറിടുമ്പോഴാണെങ്കിലോ ആ വലിപ്പം വരില്ല. നമുക്ക് ഇത്ര പോകുന്ന വലിപ്പമുള്ളൊരു പേരക്കായ കിട്ടില്ലേ, ഈ ഒരു കയ്യിൽ ഒതുങ്ങണ പോലെ ഇങ്ങനെ പിടിക്കുന്നത്. ആ വലിപ്പമാണ് ഈ പേരക്കായ്ക്കുള്ളത്. പക്ഷെ കവറിടാണ്ട് നിർത്തിയാൽ മാത്രം അങ്ങനെ കിട്ടണുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ നോക്കി ഇതിന് മുകളിലേക്ക് നോക്കിയേ പേരക്കായ നിൽക്കണേ. ഇതിന് ദൂരെ പേരക്കായ എന്നറിയോ, ഇലയേക്കാളും കൂടുതൽ പേരക്കായ നിൽക്കണ പോലെ എങ്ങനെ നിൽക്കുക. അത്രയധികം പേരക്കായ ഉണ്ടാവണ ഒരു പേരമര. അത് ശരിക്കും കാണുന്നുണ്ടാവുമ്പോൾ നമ്മുടെ ക്യാമറയിൽ നന്നായിട്ട് പേരക്കായ ഉണ്ടാവും. അപ്പം ഞാൻ ഇന്നാൾ താഴത്ത് നിൽക്കണതൊക്കെ എനിക്ക് പറ്റണതൊക്കെ ഞാനിത് ആ കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട നമുക്ക് കയ്യെത്തണത് ഈ ഒരു കൊമ്പാട്ടാ. ഈ കൊമ്പ് കയ്യിലും കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ നിറച്ച് പേരക്കായാണ്. പക്ഷേ ഒക്കെ തിന്ന് പോവാ. തിന്നാന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തുമ്പോൾ തിന്നല്ല, വേറെ ചെറുതുകൾ വരെ കാലിട്ട് നോക്കിയേ കണ്ടോ. ഇത്രയും ചെറുതുകൾ വരെ കടിച്ചിട്ട് അവർ വന്നിട്ട്. അത് എണ്ണം കൂടുതലുള്ള കാരണമാണ് നമുക്ക് കുറെ വലുതായി കിട്ടണേ. അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത പോലെ ഇതൊക്കെ കടിച്ചതാ. അയ്യോ ദേഷ്യമായിട്ട് പറക്കുക തന്നെ. അതേപറ്റി വലുതാവാ നിർത്തണില്ല. എന്തോരം നല്ല പേരക്കയ്യെന്നറിയോ. ഏതേമാതിരി തിന്നുകൊണ്ടിരിക്കൊക്കെ വെറുതെ കടിച്ച് കാര്യമില്ല. നമ്മുടെ അവിടെ ഉണ്ട് ഒരു കവറിട്ടത് പഴുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. വീണൂല്ലേ അത് പൊട്ടിച്ചാലോ? അത് പൊട്ടി കഷായിട്ടാ. അത് കവറിട്ട് നിർത്തിയ കാരണം ഞാൻ വരണ. അയ്യോ ഇതിന്റെ ഡബിളാവും ശരിക്കും. അതന്നെ എന്തോ രസമായിട്ടാ, എന്ത് ഭംഗിയാന്നറിയാം. അതേപോലെ എന്ത് രസമുള്ളൊരു പേരക്കയ്യ. അപ്പൊ നമുക്ക് താഴത്തുള്ളത് ഷായിട്ടിന് എത്ര അതന്നെ പറ്റണത്. നമ്മള് എത്ര കവറിട്ടാലും അവർക്ക് തിന്നാനായിട്ട് മുകളിൽ ഇഷ്ടം പോലെ ഇട്ട്, താഴത്തെ മാത്രം മതി നമുക്ക്. നമ്മളെ കവറിട്ട് നിർത്തുമ്പോഴത്തെ കുഴപ്പം കിട്ടുകയാണെങ്കിൽ പേരക്കായ അതേ വലിപ്പ വരില്ല. അത് നല്ല ഷായിട്ടാ. അത്ര വരുന്നില്ല. ഷായിട്ട് എന്താ ഏറ്റവും കൂടുതൽ എന്തൊക്കെ 2 എണ്ണം ഷായിട്ട് വേണ്ട. എന്തൊരു വലുതല്ലേ കാണിച്ചത്. ഇല്ലില്ല അതങ്ങോട്ട് എത്തില്ല. ആ പേരക്കായൊക്കെ ശരിക്കും ഏറ്റവും മുകളിൽ നിൽക്കുന്നുണ്ട്. അതൊന്നും അവർ തിന്നിട്ടില്ല. അതൊക്കെ ഞാൻ പറയണ ആ പേരക്കായുടെ അത്ര വലിപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പേരക്കായ ഇതേപോലെ കുറേ കായ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കായ ഉണ്ടായിട്ട് നമ്മളൊരു വട്ടം വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. എന്നിട്ടെന്നറിയോ, ഈ കൊമ്പ് കണ്ട നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് നോക്കണേ.
അടിമുട്ടി നിന്നിട്ട് ഈ ഒരു കൊമ്പുമ്മേ പേരക്കായ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയിൽ ഉണ്ടിട്ടാ. നല്ല മുട്ടി എന്നിട്ട് നമ്മളത് കൊമ്പ് മുറിക്കേണ്ട വന്നു. പേരക്കായ പൊട്ടിച്ചിട്ടും അത് പൊന്താണ്ടേ അതേപോലെ നല്ല മുട്ടിയിട്ട് നിന്ന് അങ്ങനെ മുറിച്ച് കളഞ്ഞതാ. ഇപ്പൊ അതേപോലെയാണ് ഇതിലത്തെ ഒരു കൊമ്പുമ്മ നിറച്ച് കായ ഉണ്ടാവണേ. കൊറേ ആയിട്ട് ഉണ്ടല്ലോ ചേട്ടാ. മുകളിലേക്ക് എത്തണില്ലല്ലോ. അപ്പൊ ഒരുവിധമൊക്കെ ഇട്ടുണ്ട് ഇവിടെ. ഇനി അവര് ബാക്കിയുള്ളതൊക്കെ ഞാൻ അവര് കൊണ്ടുപോട്ടെ. മൂത്തുടങ്ങിയില്ലല്ലോ ചേട്ടാ. കുറച്ചൊക്കെ മുകളിലത്തേക്ക് വലുതായി തുടങ്ങി. ഇടാനാണ് പാട്. ആ ഏറ്റവും കൂടുതൽ ഇത് മൂത്ത് നോക്കണതേ ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. വന്നിരി വേഗം. ഇന്നത്തെ പരിപാടികളൊക്കെ ഇന്ന് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ പേരക്കായ തിന്നിട്ട് അവസാനിപ്പിക്കാം. ഹായ് നോക്കിയേ, അടിപൊളി. ഇത് കവറിട്ട് നിർത്തിയ കാരണം അല്ലെങ്കിൽ എന്ത് വലിപ്പുള്ള പേരക്കായാവാന്നറിയോ? ആ സ്മിതി തന്നെ കഴിക്കി. ചേട്ടൻ കഴിച്ചോ? കഴിക്കേ. വലിയ കഷ്ണാക്കിട്ടോ. അടിപൊളി തന്നെയാട്ടാ. അയ്യോ നല്ല സ്മെല്ല് നോക്കിയേ, എന്തൊരു ടേസ്റ്റാ. ഇത് ഉണ്ണി കൊട്ടുണ്ട്, അവന് കൊടുക്കാം. ഇത് ഞങ്ങൾക്ക് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയുള്ളോ, നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വെടിയായിട്ട്. നമ്മുടെ റൊണാൾഡോ മോനുണ്ടല്ലോ മെസ്സേജിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര ഇഷ്ടമുണ്ടല്ലോ. നോക്കി അവനൊക്കെ എടുപ്പ് ഷേട്ടത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖം നോക്ക്, സന്തോഷം നോക്ക് മുഖത്തെ. എന്താ പൊന്നെ നല്ല സുഖണ്ടാ? അയച്ചടാ ചിരിക്കണ പോലെയാ. അവർക്ക് തടിവുള്ള കാരണം അവന് കൂടുതൽ മെസ്സേജിങ് ചെയ്ത് കൊടുക്കും. ഓടി കളിക്കൊക്കെ ചെയ്യും. എന്നാലും ഇവരെ പോലെ അങ്ങോട്ട് ഇല്ല. അതെ ഇതൊക്കെ അവരെ ചെയ്യുമ്പോൾ അവരിങ്ങനെ അടുത്ത് വന്ന് നിൽക്കൂട്ടോ. പക്ഷെ ആർക്കും വലിയ പരാതിയൊന്നുമില്ല ഈ കാര്യത്തിൽ. ചില സമയത്ത് കാണിക്കാറുമുണ്ട്. പറഞ്ഞോണം മോൻ വന്ന് കിടക്കണോക്കിയേ. അച്ഛനോ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. അതെ എല്ലാവർക്കും കുറച്ച് നേരം അതേ കല്യാണിക്കുട്ടി ഉറക്കത്തില്ല. അവള് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പാഞ്ഞു വന്നേനെ വല്ല ചെയ്യാൻ തുടങ്ങുമ്പോക്ക്. നോക്ക ഇന്നത്തെ മതി. ഇതാ മാറ്റോളം പോലെ സഹിക്കണില്ലാட்ட ഷേട്ടാ. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തോ. അവനാണെങ്കിലേ അങ്ങനെ നോക്കുള്ളൂ ആള്. അങ്ങനെയുണ്ട്, എല്ലാവരും നോക്കും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. മെസ്സി കുട്ടാ, നെയ്മർ മോനെ എന്തിട്ടാ കടിച്ചേ? കിടന്ന് മാന്തണ്ടല്ലോ നെയ്മർ കുട്ടേ. ഇതേ മറന്നാണ് മോൻ്റെ അടുത്ത് നിന്ന് ഷായിട്ട് ഇറങ്ങിയത്. എല്ലാവരും ഒന്ന് തൊട്ട് കൊടുക്കൂട്ടാ, അല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു സങ്കടമാണേ തൊടാണ്ട് പോയി കഴിഞ്ഞാ. നെയ്മർ കുട്ടാ മാലിന് ഇവരുടെ കഴുത്തിലത്തെ അതെങ്ങനെയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കടിച്ച് വലിച്ച്. എന്നിട്ട് റൊണാൾഡോ മോനെ അകത്ത് ഇട്ടൊക്കെ ഉണ്ടോയെന്നുള്ളത് നോക്കണേ. കണ്ടോ, ഇങ്ങനെയാണ് ഞങ്ങളുടെ സമയം പോവാ. ഞങ്ങൾ ഇവരുടെ അടുത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 7 പേരും ഓരോ പോലെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇവർക്കത് സങ്കടമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ എൻ്റെ ഷൈഡിൻ്റെ സമയം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ടൈം പോവും. അമ്മയുടെ കുട്ടികളെ കണ്ടോ, ആർക്കും പരാതി ഇല്ലാണ്ട്. അവർക്കറിയാം ഒരാളെ ചെയ്ത ബാക്കി ഞങ്ങളുടെ അടുത്തേക്ക് ഒക്കെ വരുന്നുള്ളതേ. അതുകൊണ്ടാണ് ബോൾട്ട് പോലെ പിന്നെ പറയണ്ട. അവനൊരു എല്ല് കിട്ടി ഇങ്ങനെ കടിച്ചിരിക്കും. അവന് എപ്പോഴും വേണം അവൻ്റെ കയ്യിലുണ്ടാവട്ടെ എല്ലില്ലാത്ത ബോൾട്ട് മോനെ കാണാൻ പറ്റാത്ത പോലെയാ, എപ്പോഴും ഉണ്ടാവും. വിടില്ല. അത് വെച്ചിട്ട് അവർ എല്ല് കടിക്കുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് തൊട്ടാലൊന്നും അവർക്കൊരു പരാതിയും ഇല്ല കേട്ടോ. അവരത് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും.
പ്രശ്നമൊന്നുമില്ല അവർക്ക്. ഇനി നല്ല കാറ്റാ, ചവറ് മുഴുവൻ ഇങ്ങോട്ട് പറന്ന് വരണേ. ഈ ചവറൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, ഇതൊക്കെ പറന്ന് വന്നിട്ടില്ല ചവറ.